കുട്ടികളുടെ അമിതമായ വാശി, അതിശക്തമായ കരച്ചിൽ, നിലത്ത് കിടന്ന് കരയുന്നു, അതുപോലെ തന്നെ ഭിത്തിയിൽ തലയിടിക്കുന്നു, ഇതെല്ലാം നമ്മൾ പറയുന്നതാണ് ടെമ്പർ ടാൻട്രംസ്. ഇത് 1.5 വയസ്സ് മുതൽ 6 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കാണ് നമ്മൾ കണ്ടുവരുന്നത്. അവരുടെ ഫ്രസ്ട്രേഷൻ ആണ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. പക്ഷേ ഇതെല്ലാം പാരന്റ്സ് കാണുമ്പോൾ അത് അവർക്കൊരു ഡിസ്ട്രെസ് ആയി ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നോ പറയുക, അതുപോലെ അവിടെ ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ, ഡെയിലി വരുന്ന റൊട്ടീനിൽ ചേഞ്ചസ്, ഇതെല്ലാമാണ് കാരണങ്ങൾ. ഇത് എങ്ങനെ കൺട്രോൾ ചെയ്യാം? നമ്മൾ ശാന്തമായിരിക്കുക. പിന്നെ അവർ ദേഷ്യപ്പെടുന്ന ടൈമിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുക. അതേപോലെ തന്നെ പണിഷ്മെന്റ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ ആ ബിഹേവിയർ കാണിക്കുന്ന ടൈമിൽ എന്താണോ ആ ബിഹേവിയർ കാണിക്കുന്നത് അതിന് നമ്മൾ എന്ത് ചെയ്യുക, സാധിപ്പിച്ച് കൊടുക്കാണ്ടിരിക്കുക. പിന്നെ ആ ഭിത്തിയിൽ തലയിടിക്കുന്ന ടൈമിലൊക്കെ നമ്മൾ പെട്ടെന്ന് നമ്മൾ ആൻഷ്യസ് ആവാണ്ടിരിക്കുക. ഈ ആൻഷ്യസ് ആയി കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എന്ത് ചിന്തിക്കുന്നതാണ്, ഈ ആൻഷ്യസ് ആകുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ ആ ടൈമിൽ അയ്യോ എന്തോ അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ടൈമിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താ കാര്യങ്ങൾ സാധിക്കും എന്നുള്ളത്. അപ്പോൾ അത് കൂടിക്കൂടി ആ ബിഹേവിയർ കൂടിക്കൂടി വരികയേ ചെയ്യുള്ളൂ. അപ്പൊ ഇതിനൊക്കെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ കുട്ടികൾ കാണപ്പെടുന്ന നല്ല ശീലങ്ങൾക്ക് നമ്മൾ പ്രോത്സാഹനം കൊടുക്കുക, റിവാർഡ്സ് കൊടുക്കുക, ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫ്രീക്വന്റ് ആയിട്ടും ഇന്റൻസ് ആയിട്ടും ഒരുപാട് ടൈം നീണ്ടു നിൽക്കുകയാണെങ്കിൽ നല്ലൊരു സൈക്കോളജിസ്റ്റുമായി കൺസൾട്ട് ചെയ്തിട്ട് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഓട്ടിസം പോലെ പല കാരണങ്ങളും ഉണ്ടായിരിക്കും, അത് ഐഡന്റിഫൈ ചെയ്തിട്ട് നല്ല തെറാപ്പി സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്.